ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം കൂർഗിലേക്ക് ഒരു ട്രിപ്പിന് പോകാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം ബാംഗ്ലൂരാണ് കേട്ടോ. ഒരു 3 ദിവസമാണ് കേട്ടോ കൂർഗിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ്, അത് കാരണം തന്നെ ക്ലൈമറ്റ് നല്ല അടിപൊളിയാണ്. നമ്മളൊരു ഏകദേശം ഒരു 7 മണിയായപ്പോൾ കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. നൈസ് റോഡ് കയറി ഇപ്പോൾ മൈസൂർ എക്സ്പ്രസ് വേ കൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 9 മണിയായിട്ടുണ്ട്. നന്നായിട്ട് വിശന്ന് തുടങ്ങി കേട്ടോ. മൈസൂർ എക്സ്പ്രസ് വേയിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഈ മധുർ ടിഫിൻ. ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കോഴിക്കോട് ട്രിപ്പിൽ നമ്മൾ പോയപ്പോൾ നമ്മൾ ഇവിടെ തന്നെയാണ് കേട്ടോ കഴിച്ചത്. അന്ന് പോയപ്പോൾ നല്ല തിരക്കായിരുന്നു, ഇന്ന് പോയപ്പോൾ നല്ല തിരക്ക് തന്നെ. സംഭവം ഇവിടുത്തെ ഫുഡ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ മസാല ദോശ ആയാലും ഗീ റോസ്റ്റ് ആയാലും നല്ല അടിപൊളിയാണ്. വേഗം തന്നെ ചാടിക്കയറി ഞങ്ങൾ ഓർഡർ കൊടുത്തു കേട്ടോ. ഒരു ഗീ റോസ്റ്റ്, 2 മസാല ദോശയും പിന്നെ ഒരു ചായ ആണ് കേട്ടോ പറഞ്ഞത്. സംഭവം മസാല ദോശ ഒന്നും പറയാനില്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിനകത്ത് പൊടി മസാല ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് കാരണം ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനിയിപ്പോൾ മൈസൂർ മസാല ദോശ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും സംഭവം കിടുവാണ്. അങ്ങനെ ഒരു 45 മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊക്കെ ഉഷാറായിട്ടോ. ഇനി ഒരു 5 hours എടുക്കും കേട്ടോ കൂർഗിലേക്ക് എത്താൻ. ബാംഗ്ലൂർ ടു കൂർഗ് വരെ അപ്രോക്സിമേറ്റ്ലി 260 കിലോമീറ്റേഴ്സ് ആണ്. പിന്നെ എക്സ്പ്രസ് വേ അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്ന ഈ സ്ഥലങ്ങൾ കംപ്ലീറ്റ് ഈ കൃഷി സ്ഥലങ്ങളാണ്. ഇതുപോലെ ഒത്തിരി മാമ്പഴം വെക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതുപോലെ തന്നെ നമ്മൾ സേലം ക്രോസ് ചെയ്യുമ്പോഴും മാമ്പഴത്തിൻ്റെ സീസൺ ആയി കഴിഞ്ഞാൽ ഇതുപോലെ നിറച്ചും വഴിയിലുണ്ടാവേ. ഇത് കണ്ടില്ലേ, ഇതുപോലെ ക്യാബേജിൻ്റെ കോളിഫ്ലവറിൻ്റെ കുറേ തോട്ടങ്ങളുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കണ്ടു കേട്ടോ. ഇത് കണ്ടില്ലേ, മുളകാണ് കേട്ടോ ഇവിടെ വെക്കാൻ വേണ്ടി വെച്ചേക്കുന്നത്. ഇത് ഒരു കടയല്ല കേട്ടോ, ഒരു ഏരിയയിൽ കംപ്ലീറ്റ് ഈ മുളക് വിൽക്കാനാണ് വെച്ചേക്കുന്നത്. നമ്മൾ ഈ റോഡ് സൈഡിൽ മുളക് വിൽക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല അല്ലേ. പിന്നെ അതുപോലെ തന്നെ കണ്ട വേറൊരു സാധനം കേട്ടോ, കുക്കുംബർ. അതൊരു പ്ലേസ് എത്തി കഴിയുമ്പോൾ അവിടെ നിറച്ചും കുക്കുംബർ വിൽക്കുന്നതാണ് കേട്ടോ നമ്മൾ കണ്ടത്. അത് ഒരു പീസായിട്ടും കിട്ടും, അതുപോലെ തന്നെ കിലോ ഒക്കെ ആയിട്ട് കിട്ടും. പിന്നെ അട്രാക്റ്റീവായിട്ട് തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ ഈ കാണുന്ന പൂക്കൾ. ഈ കൂർഗ് പോണ എല്ലാ വഴിയിലും നമുക്ക് ഈ പൂക്കൾ കാണാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ പോണ വഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ നമ്മൾ കൂർഗ് ഫൈനലി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷൻ, ഗോൾഡൻ ടെമ്പിൾ. ഇതുള്ളത് കൂർഗ് കുശാൽ നഗറിലാണ്. ഇങ്ങനത്തെ ഒരു സ്ഥലം കൂർഗിലുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റണില്ല കേട്ടോ. ഇവിടെ ഏകദേശം ഒരു 600ഓളം ബുദ്ധിസ്റ്റ് മങ്സ് ഈ മൊണാസ്ട്രിയിൽ ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. ഇവരൊക്കെ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് കേട്ടോ മനസ്സിലാക്കിയത്. എന്തായാലും പോണ വഴിക്ക് ഇതുപോലെ കളർഫുൾ റിബൺസ് ഒക്കെ കിട്ടി നല്ല രസമാണ് കേട്ടോ ആ വഴി കാണാനായിട്ട്. കണ്ടില്ലേ, ആ ദൂരെ കാണുന്ന കേട്ടോ നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. പക്ഷെ പാർക്കിങ്ങിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം വലിയ സ്പേസ് തന്നെയുണ്ട് പാർക്കിങ്ങിനായിട്ട്. അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ഗോൾഡൻ ടെമ്പിളിലേക്ക് നടന്നു കേട്ടോ. ഷോപ്പിംഗ് ചെയ്യണമെങ്കിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. വഴിയിൽ ഫുള്ള് നിറച്ച് ഷോപ്സ് ആണ് ഇതുപോലത്തെ. നമ്മൾ ഇവിടേക്കൊന്നും കയറിയില്ല കേട്ടോ, നമ്മൾ നേരിട്ട് ഗോൾഡൻ ടെമ്പിളിലേക്കാണ് പോയത്. ഈ കാണുന്ന കേട്ടോ നമ്മുടെ ഗോൾഡൻ ടെമ്പിളിന്റെ എൻട്രൻസ്. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു വൈബ് ഫീൽ ചെയ്യുന്നില്ലേ. ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാലുണ്ടോ നമ്മൾ വേറെ ഏതോ സ്ഥലത്ത് വന്ന് പെട്ട ഒരു പ്രതീതിയാണ്. അവിടെ കാണുന്ന യെല്ലോ ഗ്രീൻ ആയിട്ടുള്ള കർട്ടൺ ഇല്ലേ, അത് ഓരോരുത്തരുടെ റൂമാണെന്ന് തോന്നുന്നു കേട്ടോ. കുറച്ചു നേരം ഞങ്ങൾ ഇതൊക്കെ നോക്കി നിന്ന്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കഫേയും ഷോപ്സുകളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഇവരുടെ തന്നെ ഷോപ്സ് ആണ് കേട്ടോ. ഇവിടെ കൗണ്ടറിൽ നിൽക്കുന്നതും അതുപോലെ തന്നെ ഐറ്റംസ് എല്ലാം കാണിച്ചു തരുന്നതും എല്ലാം ഈ ബുദ്ധിസ്റ്റ് മങ്സ് തന്നെയാണ്. ഇത് കണ്ടില്ലേ, ഇതുപോലത്തെ ഷോപ്സുകളാണ് കേട്ടോ ചുറ്റും മൊത്തം. ഇനി നമ്മൾ ഈ കാണുന്നതാണ് കേട്ടോ ഇതിന്റെ മെയിൻ എൻട്രൻസ്. ഇവര് ഈ ടെമ്പിൾ പുറമേന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടില്ലേ കുറേ റൂംസ്, അതുപോലെ തന്നെ സെയിം ഇവിടെയും ഒത്തിരി റൂംസുകളുണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്ന ടെമ്പിളിലേക്ക് എല്ലാവരും കയറുന്നുണ്ടായിരുന്നു കേട്ടോ.
നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അവരുടെ പ്രേയേഴ്സിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്താ അവിടെ നടക്കണേന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പതുക്കെ ഉള്ളിലേക്ക് കയറാം. എൻ്റെ പൊന്നോ, ഒന്നും പറയാനില്ല കേട്ടോ. ഈ ടെമ്പിളിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് നല്ല രസമാണ്. സെൻറ്ററിൽ തന്നെ ലോർഡ് ബുദ്ധയുടെ സ്റ്റാച്ചു എന്ന് മനസ്സിലായി. അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കുന്ന ആരാന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇവിടെ ആൾക്കാർ കൂടി നിൽക്കുന്ന എന്ത് കാണാനായിട്ടാണെന്നറിയാമോ? ഇവിടെ നോക്ക്, ഇത് എന്തോരം കുട്ടികളാന്ന് നോക്ക്. അവരിവിടെ ഇരുന്ന് അവരുടെ പ്രയേഴ്സൊക്കെ ഇരുന്ന് പഠിക്കാൻ തോന്നുന്നു കേട്ടോ. ഇവിടുത്തെ സൗണ്ട് ഞാൻ പതുക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കേൾപ്പിച്ചു തരാം കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഡിഫറെൻറ്റ് ഫീലിംഗ് തോന്നുന്നില്ലേ? ഞാൻ വേറെ ഏതോ സ്ഥലത്ത് വന്ന് പെട്ട മാതിരി എനിക്ക് തോന്നുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് അധികം നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ചപ്പൽസ് ഒന്നും അലൗഡ് അല്ല. അപ്പോൾ ഈ ചപ്പൽസ് എല്ലാം എടുത്ത് വെക്കാനായിട്ടുള്ള ഒരു കൗണ്ടർ ഉണ്ട്. അവിടെ നമ്മൾ പേ ചെയ്യണം കേട്ടോ. അങ്ങനെ അവർക്ക് ചപ്പൽ കിട്ടി, ഞാൻ പോയി എടുക്കട്ടെ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇതുപോലെ 2-3 ടെമ്പിൾ ഉണ്ട്. നമ്മളിപ്പോൾ കണ്ടതാണെന്ന് തോന്നുന്നു ഏറ്റവും വലുത്. അതിനേക്കാൾ കുറച്ച് ചെറുതായിട്ടുള്ളതാണ് ഈ കാണുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ലോണം ഇഷ്ടമായി കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കായതുകൊണ്ട് തന്നെ ടൂറിസ്റ്റിൻ്റെ ഒച്ചയും ബഹളം ഭയങ്കര കൂടുതലാണ്. അതൊന്നും ഇല്ലാണ്ട് അവരുടെ പ്രയേഴ്സുകൾ മാത്രമുള്ള ഒരു റൂമാണെങ്കിൽ ചൂട് ഡിവൈൻ ആൻഡ് പീസ്ഫുൾ ഫീലിംഗ് തോന്നിയാണ് കേട്ടോ. എന്തായാലും ഇത് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ പോയിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് എന്താണ് തോന്നിയെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അടിപൊളി സ്ഥലം. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സമയം ഏകദേശം ഒരു 2:30-2:45. നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നേ. അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ളൊരു ഹോട്ടൽ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഹോട്ടൽ ഗ്രാൻഡ് അർമാൻ കേട്ടോ. അടിപൊളി ഹോട്ടലാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായേ. തൊട്ടടുത്തിരിക്കണവരും പോണവരും എല്ലാവരും മലയാളികളാണ്. ചോദിച്ചു വന്നപ്പോഴാണ് വെയിറ്ററും ഹോട്ടൽ ഓണറും എല്ലാവരും മലയാളികൾ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാനൊരു മീൽസും ഇവർ പൊറോട്ടയും ചിക്കൻ കറിയാണ് കേട്ടോ പറഞ്ഞത്. സംഭവം കിഡു ഫുഡാണ് കേട്ടോ. ഇത്ര ഐറ്റംസ് ഉണ്ടായിട്ട് നമുക്ക് 250 രൂപയായിട്ട് അവർ ചാർജ് ചെയ്യുന്നുള്ളൂ. നാട്ടിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും, പക്ഷെ ബാംഗ്ലൂർ കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ടേസ്റ്റ് നല്ല അടിപൊളി. ഞാൻ ഈ ഹോട്ടൽ ഹൈലി റെക്കമെൻഡ് ചെയ്യും കേട്ടോ. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മീൻകറിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. എനിക്ക് നല്ലോണം ഇഷ്ടമായി. അങ്ങനെ ഒരു 1 hour എടുത്തു കേട്ടോ ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിച്ചു കഴിയാനായിട്ട്. സമയം ഏകദേശം ഒരു 4 മണി ആയിട്ടുണ്ട്. നല്ല മഴക്കാറുണ്ട് കേട്ടോ പുറത്ത്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ക്ലൈമറ്റാണ്. ഇനി വേണം നമുക്ക് ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്യാനായിട്ട് കേട്ടോ. ഈ കൂർഗ് കണ്ടു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ മൂന്നാർ ടൗൺ പോലെ തന്നെയാണ്. അവിടെ ടീ പ്ലാന്റേഷൻ ആണെങ്കിൽ ഇവിടെ കോഫി പ്ലാന്റേഷൻ ആണ് കേട്ടോ. എനിക്ക് ഇവിടെ വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ വന്നൊരു ഫീലിംഗ് ആണ് കേട്ടോ തോന്നുന്നത്. കർണാടകയിൽ ഒരു പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നുന്നേയില്ല. അങ്ങനെ നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടോ. ഇതാണ് ഹോട്ടൽ ഓൾട്ടിറ്റ്യൂഡ്. ഇവിടെയാണ് കേട്ടോ നമ്മൾ 2 days സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പുറമേ കാണാനായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഉള്ളിൽ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം.
റൂംസ് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, നല്ല റൂമാണ്. ഇതിൻ്റെ റൂം ടൂർ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ വ്ളോഗ് ഭയങ്കര ലെങ്തി ആയിട്ട് തോന്നുന്നു. ഇനി നമ്മുടെ ഡേ 1 കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു പ്ലേസ് കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ നല്ലൊരു വ്യൂ പോയിന്റ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. രാജാ സീറ്റ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. ചെറുതായിട്ടൊന്ന് മഴ പെയ്യുന്നുണ്ട് കേട്ടോ, നല്ല അടിപൊളി ക്ലൈമറ്റും. ഞങ്ങൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് ആ സ്പോട്ട് കാണാൻ പോവാം. പതിവ് പോലെ നല്ല അടിപൊളി റോഡ് ഉണ്ടെങ്കിലും ഗൂഗിൾ മാപ്പ് കൊണ്ടുവന്ന് നമ്മൾ ഈ വീട് വഴി കൂടെയാണ് കേട്ടോ. എന്തായാലും സംഭവം നമ്മളിവിടെ എത്തി. നല്ല മഴ പെയ്ത കാരണം കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. നൈസായിട്ടുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഈ ഭാഗത്ത്. നല്ല മഴ പെയ്തത് കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇരുട്ടായി. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കുറേ നേരം ഇരിക്കാൻ പറ്റിയില്ല കേട്ടോ. സ്റ്റെപ്പൊക്കെ കയറി മേലെ എത്തിപ്പിക്കും അവിടെ വാട്ടർ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ഈ പ്രോഗ്രാം ഒരു അറൗണ്ട് 15 to 20 minutes ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഫുള്ള് നമ്മൾ കണ്ടു കേട്ടോ. ഇത് കഴിയുന്നതോട് കൂടെ തന്നെ പാർക്കിന്റെ ക്ലോസിംഗ് ടൈം ആയിരുന്നു എന്നാ തോന്നുന്നത്. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇതിന്റെ പുറത്ത് തന്നെ നമുക്ക് 2-3 ഷോപ്സ് കാണാൻ പറ്റും കേട്ടോ. ഈ ചേട്ടനോട് നമ്മൾ ബേൽപൂരി ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ ബേൽപൂരി പൊതുവേ വലിയ താല്പര്യമില്ല കേട്ടോ. പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ വേറെ 2 കൂടി പറഞ്ഞു കേട്ടോ. ഇവിടുത്തെ ബേൽപൂരി മസ്റ്റ് ട്രൈ ആണ്. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഹോട്ടലിൽ എത്തി കേട്ടോ. ഇവിടുന്ന് ഹോട്ടലിലേക്ക് ഓൾമോസ്റ്റ് ഒരു 10 minutes ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളൂ. ബേൽപൂരി ഒക്കെ കഴിച്ചെങ്കിലും നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. വേഗം തന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് വിട്ടു. അവിടെ പോയിട്ട് ഫസ്റ്റ് തന്നെ നമ്മളൊരു ചൂട് സൂപ്പ് അങ്ങോട്ട് ഓർഡർ ചെയ്തു. സൂപ്പ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ കേട്ടോ സ്പൂണിൻ്റെ താഴെ ഇങ്ങനെ ഒരു മാർക്ക് കാണും. ആദ്യം ഞാൻ വിചാരിച്ച എൻ്റെ സ്പൂൺ പൊട്ടിയതാണെന്നാണ് കേട്ടോ. പിന്നെ ഇവരുടെ സ്പൂണൊക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായേ എല്ലാ സ്പൂണിനും ഉണ്ട് കേട്ടോ അത്. പിന്നെ സ്റ്റാർട്ടറായിട്ട് നമ്മളൊരു ചിക്കൻ മഞ്ചൂരിയനാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ ഫ്രൈഡ് റൈസും ചിക്കൻ നൂഡിൽസാണ് കേട്ടോ. ഇവിടുത്തെ ഫുഡെല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ ഓർഡർ ചെയ്ത എല്ലാ ഫുഡും നല്ലതായിരുന്നു കേട്ടോ. ഇവിടുത്തെ റിവ്യൂസിൽ നല്ല ഫുഡാണെന്ന് തന്നെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നല്ല ഫുഡായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഡെസേർട്ടായിട്ട് നമ്മൾ ഓർഡർ ചെയ്ത ഗുലാബ് ജാമുനാണ്. ഐസ്ക്രീം ചോദിച്ചപ്പോൾ അവിടെ അത് ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു അടിപൊളി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ആ ഡേ വൈൻഡപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ കൂർഗിലെ ഡേ 1 വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ആൻഡ് ടേക്ക് കെയർ.